ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് കാലിൽ മുറിവുകൾ വരണം സർവ്വസാധാരണമാണ്. തൊലി പൊട്ടലാണ് പ്രമേഹ രോഗത്തിൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോബ്ലം. പാദത്തിലെ തൊലി മുറിഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരംഭിക്കുന്നു പ്രമേഹ പാദരോഗത്തിൻ്റെ പ്രശ്നം. ഇപ്പം നമ്മുടെ ആൾക്കാർ സാധാരണ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും. അവർ അടുത്ത് പോയിട്ട് ക്ലിനിക്കിൽ പോയിട്ട് വെറുതെ ഒരു ഓയിൻമെൻറ്റ് വെച്ച് കെട്ടും, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കാല് ഇറക്കി വെച്ചിട്ട് അത് വ്രണങ്ങൾ കഴുകും, ഒരു തുണി വെച്ച് കെട്ടി വെക്കും. പക്ഷെ ഇത് 2-3 ആഴ്ച കഴിയുമ്പോൾ അതിൽ കൂടി അണുബാധ കയറുന്നുണ്ട്. ഇത് ഈ രോഗിക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അതിന് സ്പർശന ശക്തിയില്ല. അങ്ങനെ രോഗി വളരെയധികം കൂടി മേലോട്ട് കയറി ആഴത്തിലോട്ട് പഴുപ്പുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യാനായിട്ട് വീട്ടുകാരോ ആരെങ്കിലും നിർബന്ധിച്ച്, പനിയൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് അവർ വരുന്നത്. അപ്പോൾ ഒരു മുറിവ് ഉണങ്ങി വെറുതെ വെച്ചാൽ മാത്രം, അതിൽ മരുന്ന് മാത്രം വെച്ചാൽ പോരാ. അതിൻ്റെ സ്പെഷ്യലായിട്ട് അതിൻ്റെ കെയർ കൊടുക്കുന്ന സർജന്മാർ ഇന്നത്തെ ലോകത്തിലുണ്ട്. ഡയബറ്റിക് ഫുഡ് സർജൻസ്, എൻഡോക്രൈനോളജിസ്റ്റുകൾ, അവർ അതിൻ്റെ മെഡിക്കൽ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഈ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ, അത് കറക്റ്റായിട്ടുള്ള ഡോക്ടറെ അടുത്ത് എത്തിയില്ല എങ്കിൽ അത് കാലക്രമത്തിൽ കാല് മുറിക്കേണ്ട അവസ്ഥയിലോട്ട് പോകും. 20 സെക്കൻഡിൽ ലോകത്തിൽ എവിടെയോ ഒരു കാല് മുറിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, അണുബാധ ബ്ലഡിലോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള അവയവങ്ങളെല്ലാം കേടായി മരണം വരെ ഇടയാക്കാൻ സാധിക്കും.